എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. Queen of Cups, Four of Swords, Queen of Pentacles, Ace of Cups, Nine of Cups, Death card വന്നിട്ടുണ്ട്. ഹെറഫന്റ്. ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്സ് കാർഡുകൾ. നമുക്ക് റീഡിങ്സ് നോക്കാം. ക്യൂൻ ഓഫ് കപ്സിന്റെ കാർഡാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ഒരു ഇന്നത്തെ ദിവസം ഒരു രാജ്ഞിയെ പോലെ ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അതൊരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതുപോലെ പ്രൊഫഷണലായിട്ട് വളരെ നല്ലൊരു ദിവസമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലികളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൊഫഷണലി ഭയങ്കര നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ ഇന്നത്തെ ദിവസം ഒരു സ്റ്റാർട്ട് കിട്ടുന്നതായി കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിട്ട് കാണിക്കുന്നു. അതുപോലെ നിങ്ങൾക്കുള്ള കഴിവുകൾ പ്രകടിപ്പിക്കപ്പെടാനായിട്ടുള്ള അവസരങ്ങൾ ഇന്നത്തെ ദിവസം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിലും കഠിനാധ്വാനവും പരിശ്രമവും ഒക്കെ നടത്തുന്നതായിട്ട് കാണുന്നു. മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നത്. ബുദ്ധി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളിലുള്ള കഴിവുകൾ ഉപയോഗിക്കാൻ അവസരങ്ങൾ ഇന്നത്തെ ദിവസം വന്നു ചേരും. നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിച്ച് കുറേ ദിവസങ്ങളായിട്ടിരിക്കുന്നതാണെങ്കിൽ ഇന്നത്തെ ദിവസം അത് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് അതിനുവേണ്ടി നിങ്ങൾക്കുണ്ട്. ഇന്നത്തെ ദിവസം എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. അനുഗ്രഹം ഉള്ളതായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ കൂർമ്മബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചും കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നതുണ്ട്. ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണലിസം എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ടുവരുന്നതായിട്ടാണ്. പ്രൊഫഷണലിസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കൊണ്ടുവരാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് സോർഡ്സിന്റെ കാർഡാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും എത്തിക്സ് വിട്ട് കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് പറയുന്നത്. രഹസ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക. രഹസ്യമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അപകടകരമായ ഒരു പ്രവൃത്തികളിലും ചെന്ന് ചാടാതിരിക്കുക. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ ഒക്കെ പറ്റാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നിഗൂഢമായ നീക്കങ്ങൾ ഒഴിവാക്കുക. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. തന്ത്രങ്ങൾ മെനയുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് ഒരു ദോഷം സംഭവിക്കാതിരിക്കാൻ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്.
അതുപോലെ പ്രൊഫഷണൽ സ്ഥലങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു സുതാര്യത നിലനിർത്തുക. അതായത് നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെൻസിലായിരിക്കില്ല മറ്റുള്ളവർ എടുക്കുന്നത്. അത് വേറൊരു സെൻസിലെടുത്ത് അത് നിങ്ങൾക്കെതിരെ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഇന്നത്തെ ദിവസം ഉള്ളതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് എന്തെങ്കിലും രഹസ്യപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സുതാര്യമില്ലാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയോ പറയുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ടോക്സ് ഇന്നത്തെ ദിവസം ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അത് പറയുന്നത്. പക്ഷെ കേൾക്കുന്ന ആള് ആ രീതിയിൽ എടുക്കണം എന്നില്ല. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കാം. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സംസാരങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ജാഗ്രത പുലർത്താൻ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം വല്ല ട്രാവലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സുരക്ഷിതത്വ ഉറപ്പാക്കണം. അതായത് നിങ്ങളുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഒരു നിർദ്ദേശം തരുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വരുന്നത്. ഇന്നത്തെ ദിവസം വളരെ ഉദാരമനസ്കയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സമൃദ്ധിയുടെ ദിവസമാണെന്ന്, അതായത് ഇന്നത്തെ ദിവസം എല്ലാ കാര്യത്തിനും ഒരു സമൃദ്ധി ലഭിക്കുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം സുരക്ഷ ഇന്നത്തെ ദിവസം കിട്ടുന്നു. ഇന്ന് നിങ്ങളിലേക്ക് മണി അട്രാക്ട് ചെയ്ത് വരാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. ആത്മാർത്ഥകരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. എല്ലാ ബന്ധങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മളോട് ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളിൽ നമ്മൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുക. അത് നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ ലൈഫിൽ പല 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 ബന്ധങ്ങൾ വന്നു പോകും. പക്ഷെ നമ്മളോട് ആത്മാർത്ഥമായി നിൽക്കുന്ന ആളുകളെ നമ്മൾ അത് ആ ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെ ആ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളെ ഇന്നത്തെ ദിവസം ആർക്ക് വേണമെങ്കിലും എന്ത് കാര്യത്തിന് വേണമെങ്കിലും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെ ഒരു ആശ്രയം കൊടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാം നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെയും കൂടി ഒരു സുരക്ഷിതത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനും ഒരു സുരക്ഷിതത്വം, ഒരു സംരക്ഷണം നൽകുവാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മികച്ച ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് സാധിക്കും. ആർക്കും എന്ത് കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം ഇരിക്കുന്നത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്തെങ്കിലും പർച്ചേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ വാങ്ങാനായിട്ടൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ദിവസം നടക്കുന്നതാണ്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഒരു പരിവർത്തനം സംഭവിക്കുകയാണ്. ചിലപ്പോൾ പല കാര്യങ്ങൾക്കും സ്റ്റക്കായി നിന്നിരുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളൊരു ഫ്ലോയിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കാതിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങൾ പുതിയൊരു ജീവൻ, പുതിയൊരു ഉണർവ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ സാമ്പത്തികമായി വളരെ ലിമിറ്റഡ് ഇതിൽ നിൽക്കുകയായിരുന്നെങ്കിൽ അത് മാറിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ടൊരു ഫ്ലോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഇന്നത്തെ ദിവസം അതൊക്കെ ഒരു വളരെയധികം പ്രോഗ്രസ് ഉണ്ടാവുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്.
നിങ്ങൾ ചില കാര്യങ്ങൾ എൻഡാക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡിൽ കൂടി പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നില്ല കാര്യങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വേറൊരു രീതിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നെത്തുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം എൻഡാക്കുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങളും എൻഡാക്കുമ്പോഴാണ് നമുക്ക് പുതിയ തുടക്കങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പഴയത് ചിലപ്പോൾ എൻഡ് ആവുമ്പോഴാണ് നമുക്ക് പുതിയതിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അത് പല കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ആക്കിയിട്ട് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്ത് തീർത്ത് വളരെ റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസമായിരിക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ, ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റിയിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ആത്മസംതൃപ്തി, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റി, ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുന്നത്. ഒരു വളരെയധികം മനസ്സിന് വളരെയധികം ആത്മസംതൃപ്തി തോന്നുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് തന്നെ വളരെയധികം ഒരു സംതൃപ്തി ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുപോലെ മറ്റുള്ളവരും അതിലൊരു ചെയ്യാൻ പറ്റിയതിൽ നിങ്ങളെ അഭിനന്ദിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. അങ്ങനെയുള്ള ഒരു സന്തോഷത്തും കൂടി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വൈകാരികമായിട്ട് വളരെ പ്ലസന്റ് സിറ്റുവേഷനിൽ ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക്. കുറെ സംഘർഷങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ കൂടി കടന്നുപോയ ആൾക്കാരാണെങ്കിൽ ഇന്ന് അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് വളരെ സംതൃപ്തി തോന്നുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ തുടക്കം, പല കാര്യങ്ങൾക്കും പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള ബന്ധങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ധൈര്യത്തോടെ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യാനായിട്ടും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ആസ്വദിച്ചാണ് ഇന്നത്തെ ദിവസം ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ടും കൂടി അതിനെ ഒന്ന് സ്നേഹിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ചുറ്റുപാടുകളെയും എല്ലാത്തിനെയും സ്നേഹിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും കൂടി നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യത്തിലും ഒരു സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ദിവസമാണെന്ന്. എല്ലാ കാര്യത്തിനും ഒരു വികാരപരമായി സമീപിക്കുന്ന അത് എല്ലാം ഹൃദയം കൊണ്ടാണ് നിങ്ങൾ എല്ലാത്തിനെയും സ്വീകരിക്കുന്നത് ഇന്നത്തെ ദിവസം വരുന്നത്. തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും ആ ഒരു ലെവലിലാണ് ഇന്നത്തെ ദിവസം. പുതിയ ബന്ധങ്ങൾക്ക് തുടക്കം കൊടുക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ധൈര്യപൂർവ്വം സ്വീകരിക്കാനായിട്ടാണ് പറയുന്നത്. എന്ത് കാര്യത്തിനും ഒരു പുതിയ തുടക്കം, ഇത് ഈ ഒരു എൻഡ് ഇവിടെ കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഹെറോഫന്റിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഗുരുവിനെ കണ്ടെത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്പിരിച്വലായിട്ട് കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗുരുവിനെ കണ്ടെത്തുകയും അത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് പുതിയ ഒരു അധികാരം നിങ്ങളിലേക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദേശിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വരും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഒരു ഉപദേശം തേടി വരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഒരു അറിവ് പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല രഹസ്യമായ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് കൂടുതലുള്ള ആളുകളാവുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു രഹസ്യമായ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു
കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത്. പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ നിങ്ങൾ ഇന്ന് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ കുറേ അറിവ് നേടിയത് കൊണ്ട് കാര്യമില്ല, അത് നമ്മൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ആ നേടിയ അറിവിന് വാല്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാട് കഴിവുകളും അറിവുകളും ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനും പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് വരണം, എന്നാലേ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം അതിനുള്ള ഒരു ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. വളരെ പവിത്രമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ആത്മീയമായ രീതിയിൽ എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആത്മീയമായ ഉണർവ് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നല്ലോണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് കേട്ടിട്ട് എന്തെങ്കിലും പോസിറ്റീവ്നെസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളത് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പോസിറ്റീവ് എനർജീസ് ഇന്നത്തെ ദിവസം നിലനിർത്താൻ പറ്റട്ടെ. എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നടക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.